നമസ്കാരം. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ ഒരു പെൺകുട്ടി അമ്മയോട് വഴക്കിട്ട് വീട് വിട്ടിറങ്ങുമ്പോൾ ഒന്ന് ഭയപ്പെടുത്തണമെന്നേ അവൾ കരുതി കാണൂ. എന്നാൽ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് ബീച്ചിലെത്തിയ പെൺകുട്ടിയെ കാത്തിരുന്നത് പെൺമക്കളുള്ള ഓരോ രക്ഷിതാക്കളിലും നടുക്കമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ചുറ്റുമുള്ള ചതിക്കുഴികളെക്കുറിച്ച് അറിയില്ലായിരുന്ന ആ 16-കാരിയെ തക്കം പാർത്തിരുന്ന മനുഷ്യമൃഗങ്ങൾ താമസ സൗകര്യവും ഭക്ഷണവും നൽകാമെന്ന് പറഞ്ഞ് ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അവളെ മയക്കുമരുന്ന് നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു. സാക്ഷര കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ആ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. അമ്മയോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു. പെരിന്തൽമണ്ണ സ്വദേശിയായ 16-കാരിയാണ് കോഴിക്കോട് ലൈംഗിക പീഡനത്തിന് ഇരയായത്. പിന്നീട് 4000 രൂപ നൽകിയ ശേഷം പെൺകുട്ടിയെ ബീച്ചിൽ ഇറക്കി വിട്ടു. കേസിൽ കാസർഗോഡ് സ്വദേശികളായ ഷമീം, റായിസ് എന്നിവർ അറസ്റ്റിലായി. മറ്റ് 2 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പെരിന്തൽമണ്ണ സ്വദേശിയായ പെൺകുട്ടിയാണ് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചത്. കോഴിക്കോട് ബീച്ചിൽ നിന്നും പെൺകുട്ടിയെ താമസ സൗകര്യവും ഭക്ഷണവും നൽകാമെന്ന് പറഞ്ഞ് ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്നാണ് മയക്കുമരുന്ന് നൽകി ക്രൂരമായി പീഡിപ്പിച്ചത്. കാസർഗോഡ് സ്വദേശികളായ ഷമീം, റായിസ് എന്നിവരാണ് കേസിൽ പിടിയിലായത്. ഫ്ളാറ്റിലുണ്ടായിരുന്ന 2 പേരാണ് കുട്ടിക്ക് ലഹരിമരുന്ന് നൽകിയത്. പീഡനത്തിന് ശേഷം 4000 രൂപ നൽകി കോഴിക്കോട് ബീച്ചിൽ ഇറക്കിവിടുകയും ചെയ്തു. വെള്ളയിൽ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പെൺകുട്ടി ഈ മാസം 23-ന് പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തുകയും തുടർന്ന് പീഡനത്തിനിരയാവുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിക്ക് മയക്കുമരുന്ന് നൽകി പലതവണ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. പീഡനത്തിന് ശേഷം ബീച്ചിലിറക്കി വിട്ട പെൺകുട്ടിയെ പെരിന്തൽമണ്ണ പോലീസ് കണ്ടെത്തുകയും മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. അമ്മയോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ പെൺകുട്ടി പെരിന്തൽമണ്ണയിൽ നിന്ന് ബസ് കയറിയാണ് കോഴിക്കോട് ബീച്ചിലെത്തിയത്. പുലർച്ചെ 2 മണിക്കാണ് യുവാക്കൾ ബീച്ചിൽ നിന്നും പെൺകുട്ടിയെ ഫ്ളാറ്റിലെത്തിച്ചത്. ഇതിനിടെ കുട്ടിയെ കാണാനില്ലെന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. തുടർന്നാണ് കുട്ടിയെ ബീച്ചിൽ കണ്ടെത്തിയത്. പ്രതികൾ 2 പേർ ഒളിവിലാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. വിവാഹേതര ബന്ധങ്ങളും വഴിവിട്ട സൗഹൃദങ്ങളും ഒക്കെ പലപ്പോഴും വലിയ ദുരന്തങ്ങളിലാണ് കലാശിക്കാറുള്ളത്. മലപ്പുറത്ത് യുവാവിന്റെ ജീവനെടുക്കാൻ ഇടയാക്കിയത് വിവാഹിതയായ യുവതിയുമായി ബന്ധമുണ്ടെന്ന ഭർത്താവിന്റെ സംശയമാണ്. ഇത് ചോദ്യം ചെയ്തുണ്ടായ തർക്കത്തിനിടെ തലക്കടിയേറ്റ വഴിക്കടവ് സ്വദേശി സുരേഷ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഡിസംബർ 17-നാണ് സുരേഷിന് മർദ്ദനമേൽക്കുന്നത്. കേസിലെ പ്രതി അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വഴിക്കടവ് മരുത വേങ്ങപ്പാടം വെള്ളാരം കുന്നിലെ സുരേഷ് എന്ന 32-കാരനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. സുരേഷിനെ ആക്രമിച്ച മരുത മണ്ണിച്ചീനി തോട്ടുങ്ങൽ അനീഷ് എന്ന 43-കാരനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ച സുരേഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇക്കഴിഞ്ഞ ഡിസംബർ 17-നാണ് കേസിനാസ്പദമായ സംഭവം. അനീഷിന്റെ ഭാര്യയുമായി സുരേഷിന് ബന്ധമുണ്ടെന്ന സംശയമാണ് ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടാകാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. സംഘർഷത്തിനിടെ അനീഷിന്റെ അടിയേറ്റ് സുരേഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സുരേഷിന് ഭാര്യയും 2 മക്കളുമുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതി അനീഷിനെ റിമാൻഡ് ചെയ്തു. News 18
തിരൂർ. ഒരു മാസം മുമ്പ് ആൺ സുഹൃത്തിനൊപ്പം ഒളിച്ചോടിയ ഭാര്യയുടെ താമസ സ്ഥലം കണ്ടെത്തി ആക്രമണം നടത്തി ഭർത്താവ്. തിരുവനന്തപുരം നെടുമങ്ങാടാണ് നെട്ടയിലാണ് ഈ സംഭവം. അസം സ്വദേശിയായിട്ടുള്ള ഗോവിന്ദാണ് ഭാര്യ പ്രിയയെ ആക്രമിച്ചത്. പ്രിയയുടെ കഴുത്തിനും ഗോവിന്ദിന്റെ വയറ്റിലും പരിക്കേറ്റു. ഗോവിന്ദ് സ്വയം മുറിവേൽപ്പിച്ചതാണെന്നും അതല്ല ഇരുവരും പരസ്പരം ആക്രമിച്ചതാണെന്നും വിവരങ്ങളുണ്ട്. രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരെ വിശദമായി ചോദ്യം ചെയ്താലേ കാര്യങ്ങളിൽ വ്യക്തത വരൂവെന്നാണ് പോലീസ് പറയുന്നത്. നിർമ്മാണ തൊഴിലാളിയായ അസം സ്വദേശി ഗോവിന്ദും പ്രിയയും ശ്രീകാര്യത്താണ് താമസിച്ചിരുന്നത്. ഒരു മാസം മുമ്പ് പ്രിയ ആൺ സുഹൃത്തിനോടൊപ്പം ഒളിച്ചോടി. തുടർന്ന് ഇരുവരും നെടുമങ്ങാട് നെട്ടയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇവരുടെ താമസ സ്ഥലം കണ്ടെത്തിയ ഗോവിന്ദ് ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് വിവരം. ഭാര്യയുടെ കഴുത്തറുത്ത് കൊല്ലാനായിരുന്നു ശ്രമം. സ്വന്തമായി വയറ്റിൽ കുത്തിയ ശേഷമായിരുന്നു അതിക്രമം. അതേസമയം ഇരുവരും പരസ്പരം ആക്രമിക്കുകയായിരുന്നോ എന്ന് സംശയിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. വീട്ടിൽ ചോരയിൽ കുളിച്ച നിലയിലാണ് ഇരുവരെയും കണ്ടത്. 2 മാസമായി ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ആസാം സ്വദേശികളാണ്. 2 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഈ പ്രിയയും ഗോവിന്ദും ഇവർ പരസ്പരം കുത്തി എന്നാണ് അറിയുന്നത്. കത്തി കൊണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല. ബാക്കി ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരെയും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുമങ്ങാട് പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. യുവതിയുടെ പരിക്ക് ഗുരുതരമാണ്. സുഖം പ്രാപിക്കുന്ന മുറയ്ക്ക് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 നെടുമങ്ങാട്. പ്രണയമോ വിവാഹാഭ്യർത്ഥനയോ നിരസിച്ചാൽ ജീവനെടുക്കാൻ ശ്രമിക്കുന്നവർ മനോവൈകല്യമുള്ളവരാണ്. മലപ്പുറത്ത് വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് യുവാവ് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പെൻഷൻ ഭവൻ റോഡിലാണ് സംഭവം. തലയ്ക്കും കൈക്കും കഴുത്തിനും പരിക്കേറ്റ യുവതി ചികിത്സയിലാണ്. ആക്രമണശേഷം സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞ പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. നേരത്തെ യുവതി മലപ്പുറം പോലീസിൽ ഈ യുവാവിനെതിരെ പരാതി നൽകിയതുമാണ്. മലപ്പുറം പെൻഷൻ ഭവൻ റോഡിൽ വെച്ചാണ് രാവിലെ ആക്രമണം നടന്നത്. യുവതി വിവാഹാഭ്യർത്ഥന നിരസിച്ചതിലുള്ള വൈരാഗ്യം കാരണമാണ് യുവാവ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആക്രമണത്തിൽ യുവതിയുടെ തല, കൈ, കഴുത്ത് എന്നിവിടങ്ങളിൽ പരിക്കേറ്റു. ഉടൻ ചികിത്സ തേടിയതായും പരിക്കുകൾ ഗുരുതരമല്ലെന്നും പോലീസ് അറിയിച്ചു. ആക്രമണം നടത്തിയ യുവാവ് ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു. ആക്രമണത്തിന് ഉപയോഗിച്ച കത്തി ഇവിടെ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മുൻപ് ഈ യുവതി മലപ്പുറം പോലീസിൽ യുവാവിനെതിരെ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവാവിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു എന്നാണ് വിവരം. പ്രതിയെ പിടികൂടുന്നതിനായി പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് വ്യാപക തെരച്ചിൽ നടത്തിവരികയാണ്. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ബംഗാൾ സ്വദേശിനിയുടെ 4 വയസ്സുള്ള കുട്ടിയെ മരിച്ച നിലയിൽ ആശുപത്രിയിലെത്തിച്ച സംഭവം കൊലപാതകമാണ്. കഴുത്തിനേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. കഴുത്തിൽ എന്തുകൊണ്ടോ മുറുക്കിയ പാടുകൾ ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു. മാതാവ് മുന്നി ബീഗം, ഇവരുടെ സുഹൃത്തായ മഹാരാഷ്ട്ര സ്വദേശി തൻബീർ ആലം എന്നിവരെ കസ്റ്റഡിയിൽ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ഇവർ കുറ്റം സമ്മതിച്ചിട്ടില്ല. തൻബീർ ആലമാണ് കൊലപാതകം നടത്തിയത് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. മാതാവിന്റെ പങ്കും പരിശോധിച്ചു വരും. പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ മുന്നി ബീഗത്തിന്റെ 4 വയസ്സുള്ള മകൻ ഗിൽദറിനെയാണ് ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം കിടന്ന് ഉറങ്ങുകയായിരുന്നുവെന്നും പിന്നീട് ഉണർന്നില്ല എന്നുമാണ് മാതാവ് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കുട്ടിയുടെ അമ്മയെയും ഇവരുടെ ആൺസുഹൃത്ത് മഹാരാഷ്ട്ര സ്വദേശി തൻബീർ ആലത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതോടെ ഇരുവർക്കും കൃത്യത്തിൽ പങ്കുണ്ടോ എന്നതുൾപ്പെടെ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തും. 2 ആഴ്ച മുൻപാണ് 1.5 വയസ്സു പ്രായം മാത്രമുള്ള ഇളയ കുഞ്ഞടക്കം 2 മക്കളുമായി
ഇവർ കഴക്കൂട്ടത്തെ ലോഡ്ജിൽ താമസത്തിനെത്തിയത്. 2 മാസം മുൻപും ഇവർ ഇതേ ലോഡ്ജിൽ താമസിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. ആലുവയിൽ താമസിച്ചിരുന്ന മുന്നി ബീഗം ഭർത്താവുമായി പിണങ്ങിയാണ് കുഞ്ഞുങ്ങളുമായി ഇവിടെ എത്തിയതെന്നാണ് വിവരം. ഇവർ താമസിച്ചിരുന്ന ലോഡ്ജിൽ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിൽ പോലീസ് കൊലപാതകത്തിനുള്ള വകുപ്പുകളും ചേർക്കും. ന്യൂസ് 18 കഴക്കൂട്ടം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വ്യാപാരിയുടെ മരണത്തിൽ നഗരസഭാ കൗൺസിലർക്കെതിരെ ആരോപണം. മൊബൈൽ ഷോപ്പ് വ്യാപാര വ്യവസായി സമിതി പ്രസിഡന്റും നെയ്യാറ്റിൻകര സ്വദേശിയുമായിട്ടുള്ള ദിലീപ് കുമാർ ആത്മഹത്യ ചെയ്തത് കോൺഗ്രസ് കൗൺസിലറുടെ മാനസിക പീഡനം മൂലമാണെന്നാണ് പരാതി. ആത്മഹത്യക്കുറിപ്പിലും കൗൺസിലർക്കെതിരെ പരാമർശമുണ്ട്. അതേസമയം ആരോപണം നിഷേധിച്ച് കൗൺസിലർ രംഗത്തെത്തി. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. മൊബൈൽ ഷോപ്പ് വ്യാപാര വ്യവസായ സമിതി പ്രസിഡന്റും നെയ്യാറ്റിൻകര സ്വദേശിയുമായ ദിലീപ് കുമാർ എന്ന 42-കാരനെ കഴിഞ്ഞ ദിവസം രാവിലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് കൗൺസിലറുടെ മാനസിക പീഡനം കാരണമാണ് മരിക്കുന്നത് എന്നാണ് ആത്മഹത്യാക്കുറിപ്പ്. ദിലീപിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൗൺസിലർ ഗ്രാമം പ്രവീൺ കാരണമാണ് മരിച്ചതെന്നും ആരോപിച്ച് ഇതിനു പിന്നാലെ കുടുംബം രംഗത്തു വന്നു. ഇതു സംബന്ധിച്ച് ദിലീപിന്റെ സഹോദരൻ രാജീവ് നെയ്യാറ്റിൻകര പോലീസിൽ മൊഴിയും നൽകിയിട്ടുണ്ട്. തൻ്റെ കുടുംബത്തിലേക്കുള്ള കൗൺസിലറുടെ അനാവശ്യമായുള്ള കടന്നുവരവും മാനസികമായി തളർത്തിയെന്നാണ് ദിലീപിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് സഹോദരൻ രാജീവ് പറഞ്ഞു. മാനസികമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചിലരുടെ ഇടപെടൽ അതിനകത്ത് വരുന്നത്. അത് നമ്മൾ ഒരു വാർഡ് കൗൺസിലർ എന്ന് പറഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അത് എൻ്റെ അടുത്തല്ലാതെ തന്നെ വാർഡ് കൗൺസിലർ എന്ന് പറയുന്നതിൽ ഒരു ചേട്ടൻ ഒരു സൂചന നേരത്തെ തന്നതിനനുസരിച്ച് ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാർഡ് കൗൺസിലർ എന്ന് പറയുമ്പോൾ നമ്മുടെ വാർഡിലുള്ള കൗൺസിലർ ഉദ്ദേശിച്ചായിരിക്കും ആണ് എൻ്റെ അടുത്ത് പറഞ്ഞു അത്. അപ്പോൾ സ്റ്റേഷനിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമായ ഒരു അന്വേഷണം എൻ്റെ ചേട്ടനും നമുക്കും ഒരു നീതി കിട്ടത്തക്ക രീതിയിലുള്ള സത്യസന്ധമായി പോലീസ് അന്വേഷിച്ച് ഒരു നീതി ഉറപ്പാക്കി തരണം. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ച പശ്ചാത്തലത്തിൽ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് നെയ്യാറ്റിൻകര പോലീസ് വ്യക്തമാക്കി. അതേസമയം ആരോപണം നിഷേധിച്ച കൗൺസിലർ ഗ്രാമം പ്രവീൺ ദിലീപിന്റെ ആത്മഹത്യയിൽ യാതൊരു ബന്ധവുമില്ലെന്നും വ്യക്തമാക്കി. അത് എന്തായാലും അത് നിങ്ങൾക്ക് പരിശോധിക്കാം. അത് പരിശോധിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. എൻ്റെ ഫോൺ പരിശോധിക്കാം. ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടോയെന്നും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോയെന്നും അങ്ങനെ തെറ്റായ ഒരു രീതിയിൽ പെരുമാറിയിട്ടുണ്ടോയെന്നും നിങ്ങൾക്ക് പരിശോധിക്കാം. പരിശോധിച്ച് എന്ത് നിയമ നടപടികൾ എൻ്റെ പേരിൽ കൈക്കൊണ്ടാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇതിൽ നിരപരാധിയാണ്. ഇങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആ സ്ത്രീയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു മീഡിയേഷൻ, കഴിഞ്ഞ ദിവസം കോടതിയിൽ വിളിച്ചൊരു മീഡിയേഷനിൽ ന്യൂസ് 18 നെയ്യാറ്റിൻകര. തെരഞ്ഞെടുപ്പിലെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കത്തെ തുടർന്ന് ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റു. വട്ടുകുന്നേൽപ്പടി പുത്തൻപുരയ്ക്കൽ പ്രിൻസ് ജെയിംസിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ CPM കുന്തളംപാറ ബ്രാഞ്ച് സെക്രട്ടറി അരിക്കുഴിയിൽ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷ്ണുവിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ കട്ടപ്പന കുന്തളംപാറ സ്വദേശി പുത്തൻപുരയ്ക്കൽ പ്രിൻസിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. രാത്രിയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ പ്രിൻസും CPM കുന്തളംപാറ ബ്രാഞ്ച് സെക്രട്ടറി വിഷ്ണുവിന്റെ അനുജനും തമ്മിൽ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലിയും വാക്കേറ്റം രൂക്ഷമായതോടെ സംഭവം അറിഞ്ഞെത്തിയ വിഷ്ണു കയ്യിൽ കരുതിയിരുന്ന വാക്കത്തി ഉപയോഗിച്ച് പ്രിൻസിനെ ആക്രമിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ പ്രിൻസിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
ആക്രമണത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ഒരു വധശ്രമ ലെവലിൽ തന്നെയാണ് ഇന്നലത്തെ ആക്രമണം അവിടെ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു വാർഡിൽ ജയിച്ചപ്പോൾ തന്നെ ഈ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവർ ഉരുത്തിരിഞ്ഞ് പൊട്ടി പുറപ്പെടുന്നുണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇവർക്ക് അധികാരം ലഭിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട പ്രവർത്തകർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം. വളരെ അടിയന്തരമായി CPM-ന്റെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ഇവർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ശക്തമായി ഇത് സംബന്ധിച്ചുള്ള CPM-ന്റെ പ്രതികരണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്കിടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചാൽ അതിശക്തമായിട്ട് മുൻകരുതലെടുക്കുവാൻ കോൺഗ്രസ് പാർട്ടി നിർബന്ധിതരാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണ പ്രവർത്തനങ്ങളിൽ നിന്നും CPM ഒഴിഞ്ഞു മാറണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ന്യൂസ് 18 ഇടുക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ അക്രമവാസന വർദ്ധിക്കുകയാണ്. അങ്ങനെയാണെന്നാണ് പുറത്തുവരുന്ന പല വാർത്തകളും വ്യക്തമാക്കുന്നത്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ആദിവാസിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥി വീട്ടിലെത്തി ക്രൂരമായി മർദ്ദിച്ച സംഭവമാണ് ഏറ്റവും ഒടുവിലത്തേത്. +1 വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ അതിക്രമം കാട്ടിയത്. വീട്ടുകാരുടെ പരാതിയിൽ തിരുവമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. കൂടരഞ്ഞിയിലെ സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. ഇതേ സ്കൂളിൽ പഠിക്കുന്ന പെരുമ്പുള സ്വദേശിക്കെതിരെയാണ് പരാതി. കൂടരഞ്ഞി കുളപ്പറാകുന്ന് കോതേരിയിൽ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെത്തിയാണ് മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. ഞാൻ പുറത്തു പോകാൻ വേണ്ടി ഇന്നപ്പം ചേട്ടന്റെ കൂട്ടുകാരൻ വന്ന് ചെരുപ്പിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ ചെരുപ്പ് ചോദിച്ചപ്പോ ചൂടായപ്പം എന്നെ വന്ന് തല്ലിയപ്പം അമ്മയൊക്കെ വന്ന് പിടിച്ചു മാറ്റി. ഇവിടെ നല്ല വേദനയുണ്ട്. അവൻ എന്നെ മോന്തയ്ക്ക് 2 സൈഡിനും അടിച്ചു. പിന്നെ ഇവിടെ കൈ കൊണ്ട് അടിച്ചു, മറ്റേ കവുത്തിന്റെ ഇവിടെ ആയിട്ട്. മർദ്ദനത്തിൽ കുട്ടിയുടെ നെഞ്ചിനും മുഖത്തും പരിക്കേറ്റു. അമ്മ പിടിച്ചു മാറ്റിയത് കൊണ്ട് കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. കുട്ടിയുടെ മൂത്ത സഹോദരന്റെ സുഹൃത്താണ് മർദ്ദിച്ച വിദ്യാർത്ഥി. തന്റെ ചെരുപ്പെടുത്തത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. രാവിലെ മൂത്ത മോന്റെ ഒരു കൂട്ടുകാരൻ വന്നതാണ്. അപ്പൊ അവർ രണ്ടുപേരും കളിക്കുന്ന സമയത്ത് ചെറിയ മോന്റെ ചെരുപ്പ് അവൻ എടുത്തു. അതിനുശേഷം അവന് ചെറിയ മോൻ ചെരുപ്പ് ചോദിക്കുകയും അവൻ ക്രൂരമായിട്ട് അവന് മർദ്ദിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്ത് വന്ന ശേഷമാണ് ഡ്രസ്സ് ഊരിയപ്പോഴാണ് നല്ല പോലെ മോന്റെ മുഖത്ത് പാട് കാണാൻ. അതിനുശേഷം ഞങ്ങൾ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി. വീട്ടുകാരുടെ പരാതിയിൽ തിരുവമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 മുക്കം. കർണാടക ഹുൻസൂറിൽ ബൈക്കിലെത്തിയ 5-അംഗ സംഘം തോക്കു ചൂണ്ടി 7 കിലോയോളം സ്വർണ്ണ വജ്രാഭരണങ്ങൾ കവർന്നു. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിലാണ് ഈ കവർച്ച നടന്നത്. പ്രതികൾ കേരളത്തിലേക്ക് കടന്നുവെന്നാണ് സൂചന. സംഭവത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കർണാടക പോലീസ്. മൈസൂർ ജില്ലയിലെ ഹുൻസൂറിലാണ് സിനിമാ സ്റ്റൈലിൽ കവർച്ച നടന്നത്. ബൈക്കിലെത്തിയ 5-അംഗ സംഘം തോക്കു ചൂണ്ടി ജ്വല്ലറിയിൽ നിന്നും 7 കിലോയോളം സ്വർണ്ണ വജ്രാഭരണങ്ങൾ കവരുകയായിരുന്നു. ഹെൽമറ്റും മാസ്കും ധരിച്ചെത്തിയ സംഘം കവർച്ചാ സമയത്ത് മുഖം മറച്ചിരുന്നില്ല. ജ്വല്ലറിയിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ ഇവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മിനിറ്റുകൾക്കകമാണ് ജ്വല്ലറിയിലെ മുഴുവൻ ആഭരണങ്ങളും സംഘം ബാഗുകളിലാക്കിയത്. 2 തവണ മുകളിലോട്ട് വെടിയുതിർക്കുകയും ചെയ്തു.
ജ്വല്ലറിയിലെ സുരക്ഷാ ജീവനക്കാരനെയും മറ്റു ജീവനക്കാരനെയും തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് ഇവർ അകത്ത് കയറിയത്. അക്രമികൾ ഇംഗ്ലീഷും ഹിന്ദിയുമാണ് സംസാരിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണെന്നാണ് പോലീസിന്റെ നിഗമനം. കവർച്ചാ സംഘം പാണത്തൂർ വഴി കേരളത്തിലേക്ക് കടന്നതായാണ് സൂചന. മടിക്കേരി ഭാഗമണ്ഡലം പാണത്തൂർ റോഡ് വഴിയാണ് രക്ഷപ്പെട്ടതെന്ന് പോലീസ് സംശയിക്കുന്നു. വനമേഖലയോട് ചേർന്നുള്ള വഴികളായതിനാൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അന്വേഷണത്തിനായി 5 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. വിയൂരിൽ നിന്നും രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ബാലമുരുകൻ വീണ്ടും പിടിയിലായി. തമിഴ്നാട്ടിലെ ട്രിച്ചിയിൽ നിന്നാണ് പോലീസ് ബാലമുരുകനെ പിടികൂടിയത്. പ്രതിയെ തെങ്കാശി കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ നവംബർ 3-നാണ് ബാലമുരുകൻ വിയൂർ ജയിലിന് സമീപത്ത് വെച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. 5 കൊലക്കേസ് ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ. അൻപത്തിമൂന്ന് കേസുകളിൽ പ്രതിയായ കൊടും കുറ്റവാളി ബാലമുരുകൻ ഒടുവിൽ പിടിയിലായപ്പോൾ പോലീസിന് ആശ്വസിക്കാം. നവംബർ 3-ന് വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപക പരിശോധന നടത്തിയിട്ടും ബാലമുരുകനെ പിടികൂടാൻ ആയിരുന്നില്ല. അതിനിടെ തെങ്കാശിക്ക് സമീപം ഇയാളെ കണ്ടെങ്കിലും സാഹസികമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം തിരുച്ചിറപ്പള്ളിയിൽ വാഹന പരിശോധന നടത്തവേ ബൈക്കിലെത്തിയ ബാലമുരുകനെ പോലീസ് പിടികൂടുകയായിരുന്നു. തെങ്കാശി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. പ്രതിയെ വൈകാതെ വിയൂർ പോലീസിന് കൈമാറും. കവർച്ച, കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയാണ് തമിഴ്നാട് കടയം സ്വദേശിയായ ഈ 44-കാരൻ. തനിക്കെതിരെ സാക്ഷി പറഞ്ഞ സ്ത്രീയെ ക്രൂരമായി വകവരുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. തമിഴ്നാട്ടിൽ തെളിവെടുപ്പിന് ശേഷം വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. സംഭവത്തിൽ തമിഴ്നാട് ബന്തൽകുടി സ്റ്റേഷനിലെ SI നാഗരാജൻ ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷവും വിയൂർ ജയിലിന് മുന്നിൽ നിന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടിരുന്നു. മോഷ്ടിച്ച ബൈക്കിലാണ് അന്ന് രക്ഷപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ജയസൂര്യ. ജയസൂര്യയുടെ ഭാര്യ സരിതയുടെ മൊഴിയും ED രേഖപ്പെടുത്തി. ഓൺലൈൻ ലേലം നടത്തുന്ന സ്ഥാപനമാണ് സേവ് ബോക്സ്. ഇതേ പേരിൽ കമ്പനി മൊബൈൽ ആപ്പും പുറത്തിറക്കിയിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ ഓൺലൈൻ ലേലത്തിലൂടെ സ്വന്തമാക്കാം എന്നായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം. ഈ ലേലത്തിൽ പങ്കെടുക്കാനായി സേവ് ബോക്സ് നൽകുന്ന വെർച്വൽ കോയിനുകൾ പണം കൊടുത്തു വാങ്ങണം. ഈ കോയിനുകൾ ഉപയോഗിച്ചായിരുന്നു ലേലം. സേവ് ബോക്സ് എന്ന പേരിൽ വിവിധ ഇടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാം എന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി പണം തട്ടിയെന്ന പരാതിയിൽ കമ്പനി ഉടമ സാദിഖ് റഹീമിനെ 2022-ൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇടപാടുകളിൽ കള്ളപ്പണം ഉൾപ്പെടെയുണ്ടെന്ന പരാതിയിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. കേസിൽ ജയസൂര്യയെ ഇത് 2ാം വട്ടമാണ് ED ചോദ്യം ചെയ്യുന്നത്. കരാറുകളുടെ വിശദാംശങ്ങളും പണം കൈമാറിയ രസീതിയും ED അന്വേഷിച്ചു. നടന്റെ ഭാര്യ സരിത ജയസൂര്യയുടെയും മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ N. വിജയകുമാർ അറസ്റ്റിൽ.
എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന ഭരണസമിതിയിൽ അംഗമായിരുന്ന വിജയകുമാറിന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. N. വിജയകുമാറിന്റെയും മറ്റൊരു ബോർഡ് അംഗമായിരുന്ന KP ശങ്കരദാസിന്റെയും അറസ്റ്റ് വൈകുന്നതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്ന് കുടുംബാംഗങ്ങളെ അറിയിച്ച ശേഷം വിജയകുമാർ മുൻകൂർ ജാമ്യ ഹർജി പിൻവലിച്ച് അഭിഭാഷകനൊപ്പം SITക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. അതേസമയം SITക്ക് വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ബോർഡിനാകെയാണെന്നാണ് എ പത്മകുമാർ മൊഴി നൽകിയത്. അംഗങ്ങളും അറിഞ്ഞാണ് 2019 ശബരിമലയിലെ ദ്വാരപാല ശില്പങ്ങൾ സ്വർണം പൂശാൻ അനുമതി നൽകിയെന്നാണ് മൊഴി. വിജയകുമാറിന്റെയും ശങ്കരദാസിന്റെയും അറസ്റ്റ് വൈകുന്നതിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും സംശയം പ്രകടിപ്പിച്ചതോടെ SIT കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇരുവരെയും മൂന്നാം വട്ടം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും മുൻകൂർ ജാമ്യ ഹർജിയും ആരോഗ്യ പ്രശ്നങ്ങളും പറഞ്ഞ് ഇരുവരും ഹാജരായിരുന്നില്ല. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളാൻ സാധ്യതയുണ്ടെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി പിൻവലിച്ച് അഭിഭാഷകനൊപ്പം വിജയകുമാർ SITക്ക് മുന്നിൽ കീഴടങ്ങിയത്. SP ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രസിഡന്റും ഉദ്യോഗസ്ഥരും അറിഞ്ഞുള്ള ഇടപാടാണെന്നും തനിക്ക് യാതൊരുവിധ പങ്കുമില്ലെന്നും വിജയകുമാർ ആവർത്തിച്ചു. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വിജയകുമാറിനെ റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. രേഖകളിൽ കൃത്രിമം നടത്തിയെന്നും ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ സഹകരിച്ച് പ്രവർത്തിച്ചെന്നും SIT പറയുന്നു. CPM തിരുവല്ലം ലോക്കൽ കമ്മിറ്റി അംഗമായ വിജയകുമാറിന്റെ അറസ്റ്റ് സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്ന CPM നേതൃത്വത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കും. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയിലുള്ള KP ശങ്കരദാസിന്റെ കാര്യത്തിൽ അന്വേഷണ സംഘം എന്ത് നടപടി സ്വീകരിക്കുമെന്നും നിർണായകമാണ്. അതേസമയം SITക്ക് വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ശബരിമലയിലെ ഉരുപ്പടികളുടെ ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണെന്നും ഇടപാടിനായി ഡി മണി ആദ്യം സമീപിച്ചത് തന്നെയാണെന്നുമാണ് വ്യവസായിയുടെ മൊഴി. ഡി മണി എന്നാൽ ദാവൂദ് മണിയാണെന്നും ഡിണ്ടിഗലിൽ SIT കണ്ടെത്തിയ ആൾ തന്നെയാണ് ഡി മണിയെന്നും വ്യവസായി വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിലും SIT കൂടുതൽ അന്വേഷണം നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ മട്ടന്നൂരിൽ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന 10 പവൻ സ്വർണവും 10,000 രൂപയും കവർന്നു. എടയന്നൂർ തെരൂരിലെ പൗർണമിയിൽ T. നാരായണന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീട്ടുകാർ ബംഗളൂരുവിൽ പോയിരുന്നപ്പോഴായിരുന്നു ഈ മോഷണം. എടയന്നൂർ തെരൂരിലെ നാരായണൻ വീട് പൂട്ടി ബംഗളൂരുവിൽ മകളുടെ വീട്ടിൽ പോയ സമയത്താണ് മോഷണം. വീടിന്റെ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങളും പണവുമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. വീടിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും വാതിലുകൾ കുത്തിത്തുറന്നായിരുന്നു മോഷണം. കരിമണിമാല, 3 മോതിരങ്ങൾ, കമ്മൽ എന്നിവ ഉൾപ്പെടുന്ന ആഭരണങ്ങൾ കവർന്നു. ഈ മാസം 22 മുതൽ വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നില്ല. ഞായറാഴ്ച രാത്രി 7ഓടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം വ്യക്തമായത്. തുടർന്ന് മട്ടന്നൂർ പോലീസിൽ പരാതി നൽകി. വീടിന്റെ മുകളിലത്തെയും താഴത്തെയും കിടപ്പുമുറികളിൽ അലമാരയിലെ വസ്ത്രങ്ങൾ വായി വലിച്ചിട്ട നിലയിലായിരുന്നു. ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു വാതിൽ കുത്തി തുറന്നത്. വീട്ടിലെ CCTV ക്യാമറകൾ തകർക്കുകയും DVR ഉൾപ്പെടെ മോഷ്ടാക്കൾ കൊണ്ടുപോവുകയും ചെയ്തു. ഒന്നിലധികം മോഷ്ടാക്കൾ ഉണ്ടായിരുന്നെന്ന നിഗമനത്തിലാണ് പോലീസ്. മട്ടന്നൂർ SI CP ലിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ന്യൂസ് 18 കണ്ണൂർ. സുഹൃത്തുക്കളെ വിശ്വസിപ്പിക്കാൻ മുള്ളൻ പന്നിയുടെ ഇറച്ചിക്കൊപ്പം അതിന്റെ മുള്ളും സൂക്ഷിച്ച ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. ഇടുക്കിയിലാണ് സംഭവം. ബീഹാർ സ്വദേശിയായിട്ടുള്ള തൊഴിലാളിയാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത്.
കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം. ബീഹാർ സ്വദേശി സിലാ സെമ്പാറാമിന് തൂക്കുപാലം കുഴിപ്പട്ടയ്ക്ക് സമീപത്ത് വെച്ച് വാഹനമിടിച്ച് ചത്ത നിലയിൽ മുള്ളൻപന്നിയെ കിട്ടുകയായിരുന്നു. ഇതിനെ താമസ സ്ഥലത്തെത്തിച്ച് കറി വെക്കുന്നതിനായി ഒരുക്കി. തുടർന്ന് കട്ടപ്പനയിലുള്ള സുഹൃത്തുക്കളെ ഇറച്ചി ലഭിച്ച വിവരം അറിയിച്ചെങ്കിലും അവർ മുള്ളൻപന്നിയുടെ ഇറച്ചിയാണെന്ന് വിശ്വസിച്ചില്ല. ഇതോടെ സുഹൃത്തുക്കളെ വിശ്വസിപ്പിക്കുകയും ഇറച്ചി പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നതിനായി കട്ടപ്പനയിലേക്ക് ഇറച്ചിയും ചാക്കിലാക്കി പുറപ്പെട്ടു. വിശ്വാസം വരുത്താനായി മുള്ളൻപന്നിയുടെ മുള്ളുകളും ഇറച്ചിക്കൊപ്പം സൂക്ഷിച്ചു. കട്ടപ്പനയിൽ പോലീസിന്റെ പ്രത്യേക പരിശോധന നടക്കുന്നതിനിടയിൽ ഇയാളുടെ ചാക്ക് ശ്രദ്ധയിൽപ്പെടുകയും ഇറച്ചി കണ്ടെത്തുകയുമായിരുന്നു. അഞ്ച് കിലോയോളം മുള്ളൻപന്നിയുടെ ഇറച്ചിയും മുള്ളുകളും ഇറച്ചി പാകപ്പെടുത്തുവാൻ ഉപയോഗിച്ച വാക്കത്തി, കത്തി, ചാക്ക് എന്നിവയും വനം വകുപ്പ് പിന്നീട് നടത്തിയ തെരച്ചിലിൽ കണ്ടെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 ഇടുക്കി. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻഗാറിന് തിരിച്ചടി. ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി വിധിക്കെതിരായി CBI സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള 3-അംഗ ബെഞ്ചിന്റെ ഈ നടപടി. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. രാജ്യം നടുങ്ങിയ ഉന്നാവോ ബലാത്സംഗ കേസിൽ മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധി നിയമവിരുദ്ധവും യുക്തിഹീനവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ CBI ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു. അപ്പീൽ പരിഗണനയിലിരിക്കെ പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചതും ശിക്ഷ താൽക്കാലികമായി നിർത്തിവച്ചതും തെറ്റായ കീഴ്വഴക്കമാണെന്ന CBIയുടെ വാദം അംഗീകരിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു. സാധാരണ ഇത്തരം കേസുകളിൽ ജാമ്യം നൽകിയാൽ റദ്ദാക്കാറില്ല. എന്നാൽ ഉന്നാവ് ബലാത്സംഗ കേസിൽ സാഹചര്യം ഗുരുതരമെന്നായിരുന്നു കോടതി നിരീക്ഷണം. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പുവരുത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് എതിർകക്ഷികൾക്ക് പരമോന്നത കോടതി നോട്ടീസ് അയച്ചു. कि क्या अब हम अगले 5 मिनट जिंदा रहेंगे या नहीं रहेंगे। अब कम से कम मैं इन्हें ये बता सकता हूँ कि आपके पास अभी बहुत छोटी सी रिलीफ मिली है। बिल्कुल हमें इसको विक्ट्री नहीं कहना चाहिए, मैं इसको विक्ट्री नहीं कह रहा हूँ, ये विक्ट्री नहीं है, ये एक छोटा सा सांस लेने का मौका विक्टिम और उसको परिवार को मिला है। इसके अलावा इस फैसले को मैं कुछ भी नहीं देख सकता। വിചാരണ കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടിക്കെതിരെ അതിജീവിത ജന്തർ മന്ദറിലെത്തി പ്രതിഷേധിച്ചിരുന്നു. കേസിൽ സെൻഗാറുമായി CBI ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചെന്നായിരുന്നു അതിജീവിതയുടെ ആരോപണം. കോടതി നടപടികളിൽ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്നും മൊഴിയിൽ കൃത്രിമത്വം കാട്ടിയെന്നും അതിജീവിത ആരോപിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെ കുഴഞ്ഞു വീണ അതിജീവിതയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കണ്ണൂർ കൊട്ടിയൂരിൽ കഴുത്തിൽ മുറിവുണ്ടാക്കിയ ശേഷം വനത്തിലേക്ക് ഓടിപ്പോയ മധ്യവയസ്കനെ ഉൾവനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടിയൂർ അമ്പായത്തോട് കച്ചേരിക്കുഴി രാജേന്ദ്രനാണ് മരിച്ചത്. ഭാര്യ വീട്ടിലായിരുന്ന രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് സ്വയം മുറിവേൽപ്പിച്ച ശേഷം വനത്തിലേക്ക് ഓടിപ്പോയത്. സംഭവം അറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും തെരച്ചിൽ നടത്തി വരികയായിരുന്നു. കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിൽ കഴുത്തു മുറിക്കാൻ കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.